ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് ഇലയട ഉണ്ടാക്കാം. ഇലയട ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇത് പത്തിരിപ്പൊടി നന്നായി ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് റെഡിയാക്കിയതാണ്. ആവശ്യത്തിന് തേങ്ങ, പഞ്ചസാര, പിന്നെ ആവശ്യമുള്ളവർക്ക് ഏലക്ക പൊടിച്ച് തേങ്ങയുടെ കൂടെ ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്യുക, കൂടെ ഏലക്കായുടെ പൊടിയും ചേർക്കുക. പത്തിരിപ്പൊടി കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളുടെ ഇതിന് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നന്നായി തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ച് പരുവാക്കി വെച്ചിരിക്കുന്നതാണ്. ഏകദേശം 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയാണ് ഇവിടെ ചിരവി എടുത്തിരിക്കുന്നത്. അതിനകത്തെ പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഒരു 2 ഏലക്ക പൊടിച്ച് ചേർക്കാം ഇതിൻ്റെ കൂടെ. ഇനി നമുക്ക് നന്നായി കുഴച്ച് വെച്ചിരിക്കുന്ന ഈ പത്തിരി പൊടി നമുക്ക് ചെറിയ ഉരുളകളാക്കാം. ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളകളാക്കി വെക്കുക. അതിനുശേഷം നമുക്കിതൊരു പ്രസ്സിൽ വെച്ച്, അതുപോലെ നമ്മുടെ വാഴയില നന്നായി തീയിൽ വെച്ച് നന്നായി വാട്ടിയെടുത്തതാണ്. ഇത് വെച്ച് നമുക്ക് ഈ ഉരുള പരത്തിയെടുക്കാം. നമ്മുടെ ഉരുള പ്രസ്സിൽ വെച്ച് നന്നായി പരത്തിയെടുത്തതാണ്. ഇനി അതിനകത്തേക്ക് നമുക്ക് തേങ്ങ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇടാം. ഓരോരുത്തരുടെയും പത്തിരിയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് അതിൽ ചേർക്കുന്ന തേങ്ങയുടെ അളവും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് അറ്റം നന്നായി ഒന്ന് മടക്കി വെക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അട പരത്തി അതിനുള്ളിൽ തേങ്ങ ഇട്ട് മടക്കി ഇലയിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് ഇഡ്ഡലി കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം, ആവി കൊള്ളിച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്ക് കുക്കറിനകത്തേക്ക് വെക്കാം. അതിനുശേഷം അടുപ്പിൽ വെച്ച് നമുക്കിനി ഇത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇലയട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വാഴയിലയിൽ കിടന്ന അടയ്ക്ക് നല്ലൊരു സ്മെല്ലുണ്ട്. ഇലയട റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയുമാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.